പരിമിതികൾക്ക് നടുവിൽ വീർപ്പുമുട്ടുകയാണ് ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രി. ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവുണ്ടെന്ന് DMO തന്നെ സമ്മതിക്കുന്നു. തൊടുപുഴയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പിന്നീട് പരിമിതിയുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. സിബി കൂടി ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. സിബി, ഈ ആശുപത്രിയിൽ ഈ ഡോക്ടർമാരുടെ കുറവുണ്ടെന്ന് ഇപ്പോൾ DMO തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ആരോഗ്യ മേഖല മൊത്തത്തിൽ ഒരു താറുമാറായി കിടക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ കാസർഗോഡ് പാണത്തൂരൊക്കെ നമ്മൾ കണ്ടതാണ്. കുടുംബാരോഗ്യ കേന്ദ്രമൊക്കെ ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം. പിന്നീട് നമ്മൾ വാർത്ത കൊടുത്തതിനെ തുടർന്ന് ഒരു ഡോക്ടറെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം. ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവന്തിക അത് തന്നെയാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പായിരുന്നു. രണ്ട് LDF സർക്കാരിൻ്റെ കാലത്തും ആരോഗ്യവകുപ്പ് അത്രത്തോളം വളരെ വലിയ രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അത് എല്ലാ രീതിക്കും അത് പ്രശംസ ഏറ്റുവാങ്ങുകയും പ്രത്യേകിച്ച് കോവിഡ്, നിപ്പ ഉൾപ്പെടെയുള്ള നിരവധി വലിയ അസുഖങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ മുക്തി നേടുകയും അത് നിയന്ത്രിക്കാനൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ കഴിഞ്ഞ 2-3 മാസം എടുത്തു നോക്കിയാൽ ആകെ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ ഇത്തരത്തിൽ വലിയ ഗുരുതരാവസ്ഥയിൽ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹം ജില്ലയിലുണ്ടായിരുന്നു. ജില്ലയിൽ അദ്ദേഹം ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. അതോടൊപ്പം തന്നെ ആയിരുന്നു അദ്ദേഹം ഈ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തിയത്. പക്ഷേ ഈ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ അവിടെ വലിയ രീതിയിൽ, അതായത് രോഗികളുടെ ഒരു നീണ്ട നിര തന്നെ നിൽക്കുന്നു. അവിടെ ആവശ്യത്തിന് മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ജീവനക്കാരില്ല, നഴ്സുമാരില്ല. അങ്ങനെ ഒരു പരാതികളുടെ ഒരു വലിയ പ്രളയമായിരുന്നു ആ ആശുപത്രി ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹം എത്തിയത്. പക്ഷേ അദ്ദേഹം എത്തിയിട്ട് നേരെ അദ്ദേഹം സൂപ്രണ്ടിനെയും DMOയും കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു യോഗം വിളിച്ചു ചേർത്തെങ്കിലും ആ യോഗം വിളിച്ചു ചേർക്കുന്ന സമയത്തൊക്കെ തന്നെ പുറത്ത് ആംബുലൻസിൽ ഒരു കൊച്ചുകുട്ടി പനി കൂടി അവിടെ എത്തുകയും ആ കുട്ടി 1.5 മണിക്കൂറോളം ആ ആശുപത്രിയിൽ അച്ഛൻ ആ കുട്ടിയെ കൊണ്ട് അവിടെ നോക്കാനൊരു ഡോക്ടർ ഇല്ലാതെ നിൽക്കേണ്ടി വന്നു. പിന്നീട് തൊട്ടടുത്തൊരു മറ്റൊരു ആശുപത്രി, കോട്ടയം ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ മാത്രമല്ല നിരവധി ആളുകൾ വാക്സിനേഷൻ എടുക്കാൻ വന്ന ആളുകൾ ഉൾപ്പെടെയൊക്കെ അവിടെ നീണ്ട ഒരു നിമിഷം തുടരണം. ഇപ്പോൾ ഈ തൊടുപുഴയിൽ ഈ മാധ്യമങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരനോട് ചോദിച്ചിരുന്നു ഇവിടെ ഡോക്ടർമാരുടെ പരിമിതി ഉണ്ടോ എന്നൊക്കെ. അദ്ദേഹം ആദ്യം അത് വിസമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പിന്നീട് അത് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കണ്ടുവരാം. ഇന്ന് ഒരു സംഭവം ഉണ്ടായി. ഇടുക്കിയിൽ മറ്റേ തൊടുപുഴ ചെന്നപ്പോൾ ഒരു കുട്ടീനെ പട്ടി അടിച്ചാന്നുണ്ട്. അതായത് ഇഞ്ചക്ഷൻ വയ്ക്കാൻ വേണ്ടി ചെന്നു. ക്യൂവിൽ നിന്നപ്പോൾ കുറേ ഡിലേ വന്നു. ഡിലേ വന്നപ്പോൾ അവർ കയറി അവിടെ ബഹളം ഉണ്ടാക്കി. അത് ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും മാധ്യമങ്ങൾ ചുറ്റുമുണ്ട് ബഹളം ഉണ്ടാക്കുന്നു. സൂപ്പറിൻ്റെ സാർ കുറേ ഡിലേ വന്നുകൊണ്ടാണ് ക്യൂവിൽ കുറച്ച് കൂടുതൽ ആളുണ്ടായിരുന്നു. അപ്പോൾ ഒരു നേഴ്സ് അവിടെ സ്റ്റാഫിൻ്റെ കുറവുണ്ട് ഞാൻ അംഗീകരിക്കുന്നത്. ഇന്ന് ചെന്നപ്പോഴാണ് അതിൻ്റെ കണക്കെടുത്തത്. ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, സ്റ്റാഫിൻ്റെ കുറവുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ മാത്രമല്ല, മറ്റ് ആശുപത്രികൾ എടുത്താൽ പോലും ഇപ്പോൾ ഡോക്ടർമാരുടെ അഭാവമുണ്ട്, നഴ്സുമാരുടെ അഭാവമുണ്ട്. ഈ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവധിയ ഈ തൊടുപുഴയിൽ നിന്നും അദ്ദേഹം കൊച്ചിയിലാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ഈ സംഭവം ഉണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളിൽ വലിയ തെറ്റുണ്ട്. പ്രത്യേകിച്ച് അത് പട്ടി കടിച്ച് എത്തിയതല്ല, അതൊരു പൂച്ച മാന്തി എത്തിയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടാണ് അമ്മ എത്തിയത്. അപ്പോഴാണ് ഈ 3ാമത്തെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയെ കൊണ്ട് ഈ അമ്മ എത്തിയത്. അപ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ ഡോക്ടർമാരില്ല എന്നുള്ള വിവരം അറിയുകയും ആ അമ്മയാണ് ഈ മാധ്യമങ്ങളോട് ആദ്യം പ്രതികരിക്കുന്നത്. അതിന് പിന്നാലെയാണ് മറ്റുള്ള രോഗികളും ഇത്തരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല. അത് കൃത്യമായി തെറ്റാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാണിക്കേണ്ടത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവിടെ എന്താണ് സംഭവിച്ചത് ഇപ്പോഴും ആരോഗ്യമന്ത്രിക്ക് വ്യക്തതയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, അവിടെ വേണ്ടത്ര സംവിധാനങ്ങളില്ല, അവിടെ വീഴ്ചയുണ്ട്, അവിടെ ഡോക്ടർമാരില്ല, ജീവനക്കാരില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഒരു സത്യം എന്ന് പറയാൻ കഴിയുള്ളൂ. എന്തായാലും വളരെ വലിയ നമ്മളിപ്പോൾ
നേരിൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. എല്ലാ ദിവസവും ആ ആശുപത്രിയിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുക. പ്രത്യേകിച്ച് നമുക്കറിയാം മലയോര മേഖല, തോട്ടം മേഖലയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് തൊടുപുഴയിലെ ജില്ലാ ആശുപത്രി. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, വേണ്ടത്ര ജീവനക്കാർ ഒന്നുമില്ലെങ്കിലും ഡോക്ടർമാരെങ്കിലും ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഡോക്ടർമാർ പോലുമില്ല. OP ഡോക്ടർമാരെ ഈ കാഷ്വാലിറ്റിയിലേക്ക് നിയമിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇടപെട്ട് ഡ്യൂട്ടി മാറ്റി കൊടുത്തുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഈ സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് DMO തന്നെ പറയുന്നു. അത്രത്തോളം ശോചനീയമായ അവസ്ഥയാണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഇത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ജില്ലാ ആശുപത്രി മാത്രമല്ല, കട്ടപ്പനയിലുള്ള താലൂക്ക് ആശുപത്രി സമാനമായ രീതിയിലുള്ള അവസ്ഥയാണ്. അവിടെ ഫോൺ വിളിച്ചാൽ പോലും ഫോണുകൾ പോലും തകരാറിലാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഇടുക്കി ജില്ലയിലെ വിവിധ താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയും എല്ലാം തന്നെയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി നമ്മൾ മാധ്യമങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരുന്നതല്ല, ഈ ഒരു സ്വകാര്യ പരിപാടിയിൽ തൊടുപുഴയിൽ ആദ്യം അദ്ദേഹം എത്തിയിരുന്നു. അവിടെ വെച്ച് മാധ്യമവുമായി സംസാരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം താലൂക്ക് ആശുപത്രിയിൽ താൻ പോകുന്നുണ്ട്, അതിനുശേഷം അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെല്ലാം തന്നെയും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അദ്ദേഹം വിളിച്ചു വരുത്തിയാണ് ഉണ്ടായതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ വിനയായി മാറി. കാരണം അവിടുത്തെ ശോചനീയമായ സ്ഥിതികൾ ആ മാധ്യമങ്ങൾ നേരിട്ട് കണ്ടു, അവിടെ വന്ന ആളുകളുടെ പരാതികൾ നേരിട്ട് കണ്ടു. അത്രത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് അവിടെ വരുന്ന രോഗികളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും ആരോഗ്യമന്ത്രി തന്നെയാണ് മാധ്യമങ്ങളെ അങ്ങോട്ട് വിളിച്ച് വരുത്തിയത്. പക്ഷേ പിന്നീട് ഈ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഒളിച്ചോടി പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും വളരെ നാണക്കേടായ അല്ലെങ്കിൽ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോൾ ഓരോ ആശുപത്രികളിലെയും സ്ഥിതി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാട്ടിയതും. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഏകദേശം ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ തൊട്ടടുത്ത ദിവസമാണെങ്കിൽ പോലും ഇപ്പോഴും അവിടെ ഡോക്ടർമാർ എത്തുന്ന നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഡോക്ടർമാർ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രത്തോളം വാർത്തകൾ വന്ന സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇത്രത്തോളം വിവാദമായ സ്ഥിതിക്ക് ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് കണ്ണു തുറക്കും, ഇനി അവിടെ ഡോക്ടർമാരെ നിയമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിലെ അവസ്ഥ വളരെ മോശം തന്നെയാണ് അവന്തിക. ശരി.